നമസ്തേ. ഇത് ഞാൻ മാലതി വാര്യർ. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കഥകൾ അതിസാഗരം, ദിവസവും കഥ പറയുന്നൊരു ചാനലാണ്. മുത്തശ്ശി കഥകൾ, കുട്ടികൾക്കുള്ള കഥകൾ, പുരാണ കഥകൾ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ എത്ര കഥകളായി എന്നറിയാം? 598. ഞാനിങ്ങനെ ദിവസവും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കായിട്ട്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കഥകൾ അതിസാഗരം. ഇന്നത്തെ കഥ ശുഭാപ്തി വിശ്വാസം. എന്താ അത് ശുഭാപ്തി വിശ്വാസം? അതായത് കഷ്ടതയും ദുരിതങ്ങളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ മാറും, എൻ്റെ കഷ്ടപ്പാടൊക്കെ മാറും, എനിക്ക് നല്ലത് വരുന്നേ, എൻ്റെ പ്രവൃത്തിയൊക്കെ നല്ലതല്ലേ എന്നുള്ള ഒരു ആത്മവിശ്വാസം, തന്നെത്താനെ തോന്നുന്ന നാളേകൾ, നല്ല നാളേകൾ വരുമല്ലോ എന്നുള്ള ഒരു വിശ്വാസം, തോന്നൽ, അതൊരു സുഖമാണ് കേട്ടോ. അതാണ് ശുഭാപ്തി വിശ്വാസം. അതാണ് ഈ കഥയുടെ പേര്, ശുഭാപ്തി വിശ്വാസം. നമ്മുടെ വീട്ടുമുറ്റത്ത് നടക്കുന്ന കഥയാണത്. പക്ഷേ ചെടികളുടെ ഭാഷ നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല. ആ ഭാഷ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഒരു മുല്ലച്ചെടിയും ഒരു റോസാച്ചെടിയും അടുത്തടുത്താണ് നിൽക്കണം, പൂന്തോട്ടം. രണ്ടാളും വലിയ കൂട്ടുകാരുമാണ്. രണ്ട് ചെടികളിലും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ, അപ്പം മുല്ലച്ചെടി വിചാരിക്കും, എൻ്റെ അടുത്തുകൂടി പോകുന്നവർക്ക് നല്ല സുഗന്ധം നൽകാൻ എനിക്ക് പറ്റിയില്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കും. അതേസമയം റോസാച്ചെടി എന്ത് ചെയ്യും? റോസാച്ചെടി ഇങ്ങനെ നീണ്ടു നിവർന്നുകൊണ്ട് നിൽക്കുമ്പോൾ ചിരസിൽ റോസാപ്പൂവായിട്ട്, അപ്പോൾ വരണവരൊക്കെ ഭംഗി കണ്ടി റോസാച്ചെടി ഒന്നും നോക്കും. അത് കഴിഞ്ഞ് മുല്ലച്ചെടിയും നോക്കും. അപ്പം എന്താ, ഭംഗി കൊണ്ട് നോക്കുമ്പോൾ റോസാച്ചെടിയാണ് പൊങ്ങി നിൽക്കല്, തല ഉയർത്തി. റോസാപ്പൂവിനും ഉണ്ട് സുഗന്ധം, അതിമനോഹരമായ ഭംഗിയുണ്ട്. പക്ഷെ മുല്ലപ്പൂവിന് അതില്ല. എന്ത് വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ സുഗന്ധം അത് ഏറ്റവും കൂടുതലുണ്ട്. അങ്ങനെ ഇരിക്കെ എപ്പോഴും ഈ റോസാച്ചെടി പറഞ്ഞു, നിനക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ നാണാവില്ലേ? എന്തിനാ കാണിക്കണേ? എന്നോട് കൂട്ടുകൂടാൻ നിനക്ക് നാണാവില്ലേ എന്ന് ചോദിച്ചു റോസാച്ചെടി. ഞാൻ എന്തിനാ കാണിക്കണേ? നമ്മൾ കൂട്ടുകാരായിരുന്നുള്ളൂ, ഇപ്പം എന്താ പൈസയാക്കാൽ പറ്റിയെന്നു? ഇപ്പോഴല്ലേ നമ്മൾ പൂവ് പുഷ്പിക്കാൻ തുടങ്ങിയത്. എൻ്റെ പൂ കണ്ടോ, എത്ര ഭംഗിയാണ്. എല്ലാം കൊലകൊലയായിട്ടല്ലേ എൻ്റെ ശരീരത്തിലെ പൂക്കളുണ്ടാകുന്നത്. ഈ പൂക്കൾ കണ്ട് എത്ര പേരാ ഇങ്ങനെ നോക്കി നിൽക്കണം, എന്നെ അങ്ങോട്ട് പുകഴ്ത്തി പറയണം. കേൾക്കാനില്ലേ? പൂവൊന്നും പറയണില്ലല്ലോ ആരും. ഭംഗി കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. നിൻ്റെ അടുത്ത് വല്ലവരും വന്നു നിൽക്കും, അതുപോലെ നിൻ്റെ പൂവ് കണ്ടിട്ട് വല്ലവരും ആസ്വദിക്കണ്ടേ? അപ്പം മുല്ലപ്പൂവിന് തോന്നും, അയ്യോ പറഞ്ഞ് ശരിയാണോ, റോസാച്ചെടി പറഞ്ഞ് ശരിയാണോ? എൻ്റെ അടുത്ത് അങ്ങനെ ആരും നിൽക്കണില്ല. പക്ഷേ ആലോചിച്ച് നോക്കുമ്പോൾ മുല്ലപ്പൂവില്ലാണ്ട് ഒരു വിശേഷമുണ്ടോ? മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു കല്യാണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിശേഷം, മുല്ലമാലകളല്ലേ ധാരാളമായിട്ട് അലങ്കരിക്കുന്നത്. ഇപ്പം വിവാഹ മണ്ഡപം ഒക്കെ അലങ്കരിക്കുന്നത് അത് സുഗന്ധം കൊണ്ടല്ലേ, അല്ലാതെ കൊണ്ട് ഭംഗിയല്ലല്ലോ അവിടെ പ്രാധാന്യം. അവിടെ സുഗന്ധത്തിനല്ലേ അവർ മാന്യത കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ കൈമത്തിയാണ്. വീണ്ടും റോസാച്ചെടി പറഞ്ഞതൊന്നും അത്ര ശരിയൊന്നുമില്ല. ഞാൻ നല്ല കണക്ക്. എത്ര ആൾക്കാർ മുല്ലപ്പൂവ് മുടിയിൽ ചൂടുന്നത് അതെന്തുകൊണ്ടാണ്? അതിന് സുഗന്ധമുള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ അത്ര മോശക്കാരില്ല എന്ന് വിചാരിച്ച് മുല്ലച്ചെടി സമാധാനിച്ചു. അതേസമയം ശ്രദ്ധിച്ചു നോക്കി റോസാച്ചെടി നോക്കി അങ്ങനെ എന്തെങ്കിലും ഒരു ഡോസ് കൊടുക്കാണ്ട് പറ്റുമോ എന്ന് വിചാരിച്ചിരിക്കും. എൻ്റെ റോസാച്ചെടി, നീ നിൻ്റെ പൂവ് കണ്ടിട്ട് ആഹ്ലാദിക്കണം, കേമായി. എന്നോട് ആരെങ്കിലും കൂട്ടുകൂടാൻ പറ്റുമോ? ആരെങ്കിലും കുട്ടികൾ നിൻ്റെ കൂടെ കളിക്കാൻ വരും. എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ പൂക്കൾ പറിക്കാനായിട്ട് തന്നെ എത്ര കുട്ടികൾ വരുന്നു, എത്ര സുഗന്ധത്തോടെ. എൻ്റെ സുഗന്ധം എത്ര പേര് ആസ്വദിക്കണം. നിൻ്റെ അടുത്തേക്ക് എന്താ വരാത്ത കാരണം? എന്താ, നിൻ്റെ ശരീരം മുഴുവൻ ഉള്ളല്ലേ? ഒരെണ്ണം കൊണ്ടാൽ ഒരേ കയ്യിൽ ചോര ഉറപ്പാണ്. അപ്പം വരും ചേർക്കാം, മുറിയുന്നുള്ള ഒരു ഉറപ്പല്ലേ. അതുകൊണ്ട് നീ അഹങ്കരിക്കൊന്നും വേണ്ട. നിൻ്റെ പൂവൊക്കെ കുറച്ച് ഭംഗിയുണ്ട്, ശരിയാണ്, ഇത്തിരി നല്ല സുഗന്ധമുണ്ട്, അതിന് സമയം. പക്ഷെ നിൻ്റെ ശരീരത്തിലെ മുള്ളോ അതവിടെ കളയുന്നു. നിൻ്റെ അടുത്തേക്ക് ആരും കളിക്കാനൊന്നും വരില്ല, ഒരു കുട്ടികളും വരില്ല.
അപ്പം അടുത്ത വീട്ടിൽ ആട്ടുംകുട്ടി തന്നെ എൻ്റെ അടുത്ത് എത്ര നേരം നിന്ന് തുള്ളിച്ചാടി കൊണ്ട് നടക്കണം. നിൻ്റെ അടുത്ത് അതുപോലെ തുള്ളിച്ചാടം വരണുണ്ടോ? എന്താ വരാത്ത? എന്താ കാരണം? എന്താ ഫുള്ളാണ് ദേഹം മുഴുവൻ. അതുകൊണ്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ റോസാ ചെടിക്ക് ഒന്ന് ശരിയാണല്ലോ ഇത്. എൻ്റെ ദേഹത്ത് മുള്ളുണ്ടാവും. അടുത്ത വീട്ടിൽ ആട്ടുകുട്ടികൾ വരാത്തത്, ആട്ടുകുട്ടി കളിക്കാൻ വരാത്തത്, ഈ വീട്ടിൽ ഉണ്ണിക്കൂട്ടൻ കളിക്കാൻ വരാത്തത്. ഉണ്ണിക്കൂട്ടൻ മുല്ലയുടെ അടുത്തൊക്കെ വന്ന് പതുക്കന്നെ മുല്ല മൊട്ടുകളൊക്കെ പിടിച്ച് നോക്കും, മണത്തൂക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നു. എൻ്റെ അടുത്തേക്ക് എൻ്റെ ദേഹത്ത് തൊട്ടിട്ടൊരു കളിയില്ലേ ഉണ്ണിക്കൂട്ടന്, ഈ വീട്ടിൽ ഉണ്ണിക്കൂട്ടന്. എന്താ ശരിയാണ്, മുള്ളുള്ളതുകൊണ്ട് തന്നെയാണ് റോസാ ചെടിക്ക് കാര്യം. റോസാ ചെടി ഒരു കാര്യം ചെയ്യും. അങ്ങനെ എനിക്ക് അതിലെ പറഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു കാക്ക വന്നിട്ടുണ്ട്. കാക്കച്ചാരെ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പം തിരിഞ്ഞ് നോക്കി, എന്ത് കാര്യം? എന്താ ചോദിച്ചു. എൻ്റെ ശരീരത്തിൽ മുഴുവൻ മുള്ളാണ്, നീ കാണില്ലേ? ഓ, നീ റോസാ ചെടിയല്ലേ, നിന്റെ ദേഹത്ത് മുള്ളില്ലേ? നിനക്ക് തന്നെയല്ല, എല്ലാ റോസാ ചെടിക്കും മുള്ളുണ്ട്. അല്ല, എൻ്റെ ദേഹത്തുള്ള ഈ മുള്ളൊക്കെ ഒന്ന് പറിച്ച് കളയാൻ പറ്റും? നീ പറിക്കേ? പറ്റിയൊന്ന് പറിച്ചു. പറിക്കാനൊക്കെ പറ്റിയായിരിക്കും. ഞാൻ എൻ്റെ കൊപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പെഴുത് കഴിഞ്ഞാൽ അപ്പോൾ ഒളിഞ്ഞു പോയി. ഒന്ന് പറിച്ചു. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറിച്ച് കളയാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ മുള്ള് നിനക്ക് സുരക്ഷ തരുന്നു, രക്ഷപ്പെടുന്നു. ശത്രുക്കൾ ആരും നിന്നെ ആക്രമിക്കാതിരിക്കുന്നത് ഈ മുള്ളുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിൻ്റെ പൂവിന് നല്ല ഭംഗിയാണ്, ശരിയാ. അത് ഈ മുള്ളുള്ളത് കൊണ്ടാണ് ആ പൂവൊക്കെ അവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ പകലെ വല്ല കൊച്ചു ചെറുക്കന്മാർ കുസൃതി കൂട്ടന്മാരൊക്കെ പുറത്തുകൊണ്ട് പോയി. അല്ല, എനിക്ക് മുള്ളു വേണ്ട. എനിക്ക് മുള്ളു നിനക്ക് രക്ഷയാണ് കേട്ടോ, സുരക്ഷിതമാണ്, നിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. അല്ല, എനിക്ക് മുള്ളു പറക്കണം നിർബന്ധിച്ചപ്പോൾ, റോസാ ചെടി നിർബന്ധിച്ചപ്പോൾ കാക്ക ചാരങ്ങട് നീങ്ങാ ചെന്നിരുന്നു. ഒരു കമ്പും കൂടി ചാച്ചു ഇരിക്കുന്നിടത്തായിരുന്നു. ഒരു കൊത്ത ഇറ്റ വലി മുള്ളു പോയി. അടുത്ത മുള്ളു പിടിച്ച് കൊത്തി വലിച്ചു, പിന്നത്തെ വലിച്ചു. അങ്ങനെ ഒരു കമ്പങ്ങട് വലിച്ചു. അടുത്ത രണ്ടാമത്തെ കൊമ്പങ്ങൾ ചാച്ചു പിടിച്ചു. മുള്ളുകളൊക്കെ അങ്ങോട്ട് പറിച്ച് റോസാ ചെടിക്ക് ഇപ്പം മുള്ളില്ല, ഒറ്റ മുള്ളില്ല. മുല്ലപ്പൂവിൻ്റെ അടുത്ത്, മുല്ലച്ചെടിയുടെ അടുത്ത് കളിക്കാൻ വന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പറിക്കാൻ വന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഈ ആട്ടുകുട്ടിയും വന്നു കളിക്കാൻ കുട്ടികളുടെ കുട്ടികളുടെ കൂടെ വരണതാ. മുല്ലച്ചെടിയുടെ അടുത്ത് കളിക്കാറുണ്ട്. നോക്കുമ്പോൾ എന്താ, റോസാ ചെടിക്ക് ഇപ്പം മുള്ളില്ല. അപ്പോൾ കുട്ടി കളിച്ചെന്താ, ആട്ടുകുട്ടി അങ്ങോട്ട് കയറി മേഞ്ഞില്ലേ റോസാ ചെടിയെ. എൻ്റെ കമ്പൊക്കെ ഒടിച്ചിട്ടു, പൂവൊക്കെ ചവിട്ടിക്കൂട്ടി. റോസാ ചെടി അപ്പം കരയാൻ തുടങ്ങി. അയ്യോ, എനിക്ക് മുള്ളുള്ളതായിരുന്നു നല്ലത്, ആ മുള്ള എനിക്ക് രക്ഷയാണ്, കഷ്ടം, എൻ്റെ മുള്ളു മുഴുവൻ പോയില്ലോ എന്ന് കരുതി അങ്ങനെ വിഷമിക്കാൻ തൊട്ടു. അപ്പോൾ മുല്ലച്ചെടി പറഞ്ഞു, ഇതാ പറയാം മറ്റുള്ളവരെ പരിഹസിക്കുന്നത്. നമുക്ക് ദൈവം തന്നു സമ്പത്ത് കൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് വരുന്നതെല്ലാം നന്മയാണെന്ന് കരുതി ശുഭാപ്തി വിശ്വാസത്തോടെ വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ കഥ, ശുഭാപ്തി വിശ്വാസം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ്